പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി ശ്വാസം വരെ പൂർവപിതാക്കളാമപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമിതു യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ
കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്കയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്കയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ ജീവൻ നൽകുമെന്ന് പറഞ്ഞ വചനപ്രകാരം ജീവന്റെ ഉറവയായ കർത്താവ് നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ മക്കൾ ലോകസ്ഥാപനത്തിന് മുമ്പേ അവളുടെ അമ്മയുടെ ഉദരത്തിൽ അവൾ ഉളവാകുന്നതിന് മുമ്പേ നീ അവളെ അറിഞ്ഞ് നീ അവളെ സ്നേഹിച്ച് അവളുടെ കരങ്ങളിൽ നിന്റെ കരങ്ങളിൽ അവൾ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. Lord, we have come to celebrate her life. We have come to be rejoicing that she is with you. We have the assurance. ഞങ്ങൾക്ക് ഉറപ്പുണ്ടപ്പോൾ നിന്റെ കരങ്ങളിലാണെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതിനായി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അനുഗ്രഹപ്രദമായ ഏറ്റവും നന്മയായ വാക്കുകൾ പറയും. കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ താഴ്മയോടെയും ഭക്തിയോടെയും നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. Beloved, we'll be singing one or two
songs which worship team will be singing. One is an English song, Safe in the Arms of Jesus. The other is a very well-known Malayalam song. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ 100-150 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യാശയോടെ പാടിയ ആ പാട്ട്, ഈ രണ്ട് പാട്ടുകൾ നമ്മൾ പ്രാരംഭമായി പാടുന്നത്. Safe in the arms of Jesus. Safe in the arms of Jesus എന്നുള്ള പാട്ട് ഇത് മലയാളത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയിട്ടുണ്ട്. യേശു കയ്യിൽ ആശ്രയം, Safe in the arms of Jesus എന്നുള്ള പാട്ട് പാടും. തലമുറ മുമ്പേ പ്രത്യാശയിൽ പാടിയ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. മലയാളം എല്ലാവർക്കും പാടാം. നമുക്ക് ആ മലയാളം അങ്ങനെ പിടികിട്ടണമെന്നുണ്ടെങ്കിൽ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറും. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറും. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന, പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർത്തി എപ്പോ
മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. വൻമേലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. വൻമേലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ഇങ്ങു പേടും പാടുകൾക്കായി ശ്വാസം പ്രാപിപ്പാൻ. ഇങ്ങു പേടും പാടുകൾക്കായി ശ്വാസം പ്രാപിപ്പാൻ. എന്റെ മംഗളമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. എന്റെ മംഗളമോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. പ്രാവിനെ പോൽ രണ്ടു ചീരകുണ്ടെന്നാകിൽ ഞാൻ. പ്രാവിനെ പോൽ രണ്ടു ചീരകുണ്ടെന്നാകിൽ ഞാൻ. ശീഘ്രമെത്തും പറന്നെന്റെ മാനവാളൻ സന്നിധാനം. ശീഘ്രമെത്തും പറന്നെന്റെ മാനവാളൻ സന്നിധാനം. പ്രിയരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹം ചെയ്യുന്നു. പ്രത്യേക കുഞ്ഞുബ്രദറിന്റെയും സിസ്റ്ററിന്റെയും കുടുംബാംഗങ്ങൾ, ചേരുവാക്കൽ കുടുംബം, ആലമ്പള്ളി കുടുംബം, പൊയ്കയിൽ കുടുംബം, തലവടി മാമൂട്ടിൽ കുടുംബം, അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവർക്കും, റിവൈവൽ ചർച്ചിലുള്ള അംഗങ്ങൾ, റിനിയെ സ്നേഹിക്കുന്ന എല്ലാവരോടും യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. I would like to read an obituary. അതിനുശേഷം നമ്മുടെ ക്രമം പ്രകാരം നമ്മുടെ പ്രോഗ്രാമായി നാം മുന്നോട്ട് പോകും. Mrs. Reni Cherian was born on April 15, 1965 in Alappalli House in Idakkochi, Kerala, to the late A.V. George and the late Mrs. Eliama George. She was one of the four children, and she completed her education in Cochin, Kerala. She worked as an information analyst in Mumbai, India. In 1991, she married Mr. Cherian C. Cherivakil, and they are blessed with two sons, Vincent and Benjamin. As a family, they lived in Dubai before immigrating to Philadelphia, Pennsylvania in 1991. Reni was a very active member of the Philadelphia Revival Church since its beginning. She truly led a very humble life, characterized by her great faith in God and excellent devotion to her family. I don't like to say she is survived by, but it is our protocol to read certain words. Reni is survived by her husband, Kunyu brother, sons Vincent and Benjamin. Also survived by her three siblings, Mrs. Ima Verghese, Mr. Benny George, and Mrs. Susie Dan. We will move into the first session of our pre-program. To start with, we will have a few words from Kunyu brother and Benji. നമ്മൾ ഉള്ളവർക്ക് സാവകാശം അല്പം ഹൃദയത്തിന് സംസാരിക്കാനുള്ള സമയം ഉള്ളത് കൊണ്ടാണ് ഒത്തിരി പേര് റെനിയെ സ്നേഹിക്കുന്ന പാസ്റ്റർമാര്, ബഹുമാനപ്പെട്ട വൈദികരൊക്കെ ആഗ്രഹിച്ചു. എന്നാൽ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അല്പം ഒരു ഹൃദയം തുറന്ന് സംസാരിക്കുന്ന സമയവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇടയായി. എന്നാൽ ഉള്ളവർ 3 മിനിറ്റിൽ കുറയാതെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ ഓർമ്മകളായി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള സമയമുണ്ട്. ദൈവദാസന്മാരും അല്പമായി സംസാരിക്കും.
10:55 ഇവിടുത്തെ ശുശ്രൂഷ നമുക്ക് തീർക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ നമുക്ക് സഹായിക്കാം. തുടർന്ന് കുഞ്ഞുബ്രദർ ഈ സമയത്ത് മുന്നോട്ട് വരും. ബെഞ്ചിമോൻ വന്ന് അടുത്ത് നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ പറയാൻ സ്വാതന്ത്ര്യം. So the reason that I'm here right now, and the reason that my mom lived to the length of which she did, is already a miracle in itself. We all knew what she went through about 18 years ago, and many thought she wouldn't make it. But there was one person who knew life before it even happened, and his name is Jesus Christ. God's the only reason why my mom lived another 18 plus years in this world. And in those 18 years, I strongly believe that she did everything and more that God ever wanted her to do. Not only in being a wife, a mother, a family member, a friend, an active church member, but most importantly, being a child of God and embodying the true nature of a child of God. She loved God so much to the point where I could barely comprehend and always questioned how one can love God so much. That's just how she was. I remember always thinking to myself, if it wasn't for my dad who cared so much about her well-being, she probably would have gone from country to country just preaching the gospel, because that's how much she loved the Lord. That's something she's always wanted to do. I remember her always telling me in just normal conversations, she would always tell me she didn't care too much about how successful I became, or what career path I chose, or how much money I made. The only thing she cared about was that I lived for the Lord, because she knew that if I lived for the Lord, then everything in this world would be added unto me. And I'm so thankful to God that He gave me a mom who told me the most valuable information what could get in this world, and that's simply just to love the Lord, follow His commands, and live for Him. And I stand here in front of everyone proclaiming that just as my mom would want me to, that I'll only continue to give my life to the Lord and only continue to live for Him in everything that I do. We are proud of you, Benji. You are a true son. കുഞ്ഞുബ്രദർ. റോമർ 8:28 പറയുന്നു, സ്നേഹിക്കുന്നവർക്ക് എന്നേ പറയാം, വിളിക്കപ്പെട്ടവർക്ക് സർവവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എൻ്റെ സഹോദരൻ പ്രത്യേകിച്ച് നാട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരൻ ചേച്ചി സൂസി, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ഭാര്യയായിരുന്നു, ഒരു നല്ല അമ്മയായിരുന്നു, നല്ല സഹോദരിയായിരുന്നു. യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് തന്നിട്ട് അവൾ യേശുക്രിസ്തുവിന്റെ മടിയിലേക്ക് പോയി. അതിപ്പോഴും പറയുമായിരുന്നു, യേശുക്രിസ്തുവിന്റെ മടിയിലിരിക്കാൻ ഞങ്ങളുടെ ചർച്ചിൽ പലപ്പോഴും വഴക്ക് നടന്നിട്ടുണ്ട്. അവളവിടെ ഞങ്ങൾക്ക് അവള് യേശുക്രിസ്തുവിനെ തന്നിട്ട് അവള് പോയി. ദൈവനാമം മകൾക്ക് ഉണ്ടായിരിക്കട്ടെ. ആ പാതയിൽ ഞങ്ങൾക്ക് പോകാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. താല്പര്യമെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
തുടർന്ന് പൊയ്കേൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ പൊയ്കേൽ വർഗീസ് ആൻഡ് മിസ്സസ് ശോശാമ വർഗീസ് അവരുടെ പ്രിയ സഹോദരിയെ കുറിച്ചുള്ള ഓർമ്മകൾ അയവർക്കും നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് വർഗീസ്, ഭാര്യ ശോശാമ വർഗീസ്, അമ്മാതെ ഇനി ഞങ്ങളുടെ കുഞ്ഞ് റെനി ബിൻസൺ 1999 മെയിൽ അമേരിക്കയിൽ ഞങ്ങളുടെ കൂടെ അടുത്ത് വന്നു. 6 മാസം റെനിയെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ സിമ്പിൾ, ഹമ്പിൾ, ജെന്റിൽ, നോ ജലസ്, നോ ഫൈറ്റ്. എപ്പോഴും പുഞ്ചിരി തമാശ പറയുന്ന സ്വഭാവമാണ്. മുഖം ദേഷ്യപ്പെട്ട് എന്തെങ്കിലും വേണമെന്ന് വേണം വേണ്ട എന്ന നിർബന്ധവും ഇല്ല. ഉള്ളതിൽ പങ്കുചേരുവാനുള്ള സമ്മതം. 2002 ഒരു കുഞ്ഞിനും എനിക്കും ഒരു മകൻ ജനിച്ചു. സമയത്ത് ഒരു ജോലിയായി ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ 2020 ഡിസംബർ 29 വീണ്ടും ഹാർട്ടിന് പ്രോബ്ലം വന്നു. ജനുവരി 25 കർത്താവിലേക്ക് വിളിക്കപ്പെട്ടു. കർത്താവിൻ്റെ കൈകളിൽ തുറന്നു. ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, നിർവഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായ സഹായിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവമായ അവർ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മാമൂട്ടിൽ തലവടി കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ 2 വാക്ക് നമുക്ക് കേൾക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിൽ എൻ്റെ സ്നേഹം അറിയിച്ചോളൂ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നഗ്നനായി എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനത്താൽ കുടുംബങ്ങൾക്ക് ദൈവിക സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റെനിമാവെ പറ്റി ഓർക്കുമ്പോൾ പലപ്പോഴും ശാന്തവും ചിരിക്കുന്ന ഒരു മുഖവും മാത്രമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവം തൻ്റെ കരങ്ങളിൽ താങ്ങി നിലനിർത്തി കുഞ്ചാന് ഒരു നല്ല ഭാര്യയായും കുഞ്ഞുങ്ങൾക്കൊരു നല്ല അമ്മയായും ഞങ്ങൾ സഹോദരങ്ങൾക്ക് ഒരു നല്ല സഹോദരിയായും തൻ്റെ കടമ പൂർണ്ണമായി നിർവഹിച്ചു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ചാനും അമ്മാമയും ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും ഒരു നല്ല വെൽവിഷറായിരുന്നു. എനിക്കറിയാം വേർപാട് വളരെ വേദനാജനവും ദുഃഖപൂർണവുമാണ്. എങ്കിലും സ്വർഗീയ സമാധാനത്താൽ കുഞ്ചാനെയും മക്കളെയും ദൈവം നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റെനിമാമയെ നിത്യതയുടെ തീരത്ത് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് യാത്ര അയക്കാം. ഇതോടൊപ്പം മാമൂട്ടിൽ കുടുംബയോഗത്തിന്റെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പാസ്റ്റർ ബാബുച്ചാന്, ഷായിച്ചാന്, രായിച്ചാന്, ജോസുവിന്റെ സന്തോഷ് ഇവരൊക്കെയും അവരുടെ അനുശോചനം അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറിയിച്ചുകൊള്ളുന്നു. സ്വർഗീയ സമാധാനം കുഞ്ചാനും മക്കൾക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഗോഡ് ബ്ലസ് യു ഓൾ. My name is Bindu. I'm the daughter of Philip Urachinkan and Susan Uman from the Talabadi Mamuto family. Reni Mama's husband, Kunj Papan, as we cousins lovingly call him, grew up as my dad's baby brother.
So he is very precious and dear to all of us. So when Kunyu Papan married Rennie Mama, she also became very, very special to us. And I don't know a husband that was more devoted to his wife than Kunyu Papan. We are all going to miss her quiet and gentle spirit that was so endearing, as well as the smile that was always on her face. We know that she is no longer in any pain, and she is in the loving arms of our Lord. So unfortunately, due to COVID and distance, my parents and many of my family members were not able to be here today. So I'd like to read a couple of short letters from them. Rennie Mama's near and dear ones, I am Asha, daughter-in-law of Kunyu Mama of Fort Am and wife of her eldest son, Georgie. Georgie Chayan and her younger brothers grew up with Kunjayan at Fort Am and Talabadi. We were blessed to be with them in Dubai too for many years till their arrival in Philadelphia. Thanking God for their love, care, and fellowship that Rennie Mama extended to all. She stood out with her faith and joyful nature. Our constant prayers are with Kunjayan, Vincent, and Benjamin during this time. On behalf of Amici, Joy Chayan, Gigi, Sajjan, and our families, I extend prayers for the strength, peace, and hope for all our family members assembled here. Rennie Mama, you were our dear aunt. Now you are God's own. We shall cherish our memories with you. And this last letter is from my parents, Achin Kunjayan and Susan Kochamba, on behalf of the entire Dalabadi Mabutul family, brothers, sisters, and children in the U.S. and abroad. Dearest Kun, Vincent, and Benjamin, at this time of loss of our dearest sister-in-law, Rennie, we extend our heartfelt condolences and prayers for comfort and peace. Rennie was very loving, compassionate, and God-fearing. She was so nice to everyone, and we will miss her very much. Circumstances are not allowing us to be with you at this time, but we will keep you and your children in our prayers for comfort and peace. May Almighty God shower upon you all His heavenly blessings today and forevermore. Amen. Next, we'll have a few words from the cousins. They'll come forward and share a few words. Please come forward. And while this is going on, please make it a point to go around. Nothing is stopping you. പുറത്ത് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കണ്ട് ഇതുപോലെ പോകാവുന്നതാണ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിനകത്തുണ്ട്. I just wanted to share a few words today about Rennie Auntie on behalf of myself, my siblings, and all my cousins. My uncle, Kunyu Chayan, as we call him, he's my mom's youngest brother. Vincent and Benji have many, many first cousins, second cousins, and even our oldest cousins have kids that are their age as well. So we have a large family. Unfortunately, many of us cannot be here today because of COVID and travel restrictions. I remember when Rennie Auntie and Kunyu Chayan and Vincent first came to the U.S. Like my dad said, they lived with us for a short while. She was always so sweet, so patient. She had a very calm demeanor, and I feel that she was very calming as well to those around her. Ever since that time, and even now, she would always laugh and joke. At all of our family gatherings, she loved us so much, she genuinely cared for all of us. And more importantly, the thing we notice about her the most is her outpost faith and trust in God in their lives and in everything they went through. I last saw Rennie Auntie in February of 2020. As many of you know, my dad celebrated his birthday and also the anniversary of his heart transplant. So some of us were gathered together, and I just remember thinking we all had a great time. And I was hoping one day we would also be able to celebrate a milestone transplant anniversary with Rennie and do the same thing for her. So
So it really hurts to know that we won't be able to do this for her. But she's still living with us in our hearts. We can never forget her. Her smile, her laugh, her kindness, her love, humility, and her strong faith and trust in God. I recently taught my Sunday school students about Jesus' greatest commandments. And he said, love the Lord with all your heart, all your mind, your soul, with all your strength. And I was thinking, do I know anybody like this who truly does this? And the first person I thought of was Betty Ann Taylor. Every time you talk to her, she always spoke about God, always how much she loved God. And I know she's with me today. Vincent, Benji, your cousins, all of your cousins might be all over this country, all over the world too. But we're all here to support you and Jen as well. We're praying for God's comfort and peace. And I humbly request all of you to continue to keep us in your prayers. Thank you. നിങ്ങൾക്ക് കണ്ട് you can continuously see അതിൻ്റെ daily programs നടന്നുകൊള്ളും. തുടർന്ന് I'm inviting Sri Philippus Cherian and Mrs. Shoshama Cherian to kindly come forward and relive your memories of our precious Rini and vote of thanks അതിനോടൊപ്പം പറയുമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അവൾ നല്ലൊരു മകളായിരുന്നു, നല്ലൊരു വൈഫായിരുന്നു, കുടുംബിനിയായിരുന്നു, അമ്മയായിരുന്നു. എല്ലാം കൊണ്ടും എല്ലാവരെയും പുഞ്ചിരി കൊണ്ട് പുഞ്ചിരിയായിരുന്നു ആ മുഖത്തെ സന്തോഷമായിരുന്നു അവർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നത്. 1999 ദുബായിൽ നിന്ന് കുഞ്ഞും ഫാമിലിയും വന്നത്. ഞങ്ങളും മണമാമയാളിയും ഞങ്ങളും കൂടെ കൂടി വളരെ സന്തോഷത്തോടു കൂടി എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവന്നു. അന്ന് കണ്ട ആ മുഖഭാവത്തിന്, ആ സന്തോഷത്തിന്, ആ പുഞ്ചിരിക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ ഇത്രയും നാളും ഒരു കറുത്ത മുഖമോ ഒരു നിഷ്കളങ്കമായ മുഖം, അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, സ്നേഹത്തോടുകൂടി സംസാരിക്കുക, നിഷ്കളങ്കമായ ഒരു ഹൃദയമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ എല്ലാവരോടും അതിനു മുമ്പായിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവിശ്വാസം അവിടെ കണ്ട് പഠിക്കേണ്ടതാണ്. അന്ന് മുതൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ജീവിച്ചു. അവളെ കൊണ്ട് ആരും കരയേണ്ട ആവശ്യമില്ല. അവൾ ദൈവസന്നിധിയിൽ പോയിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാണ്. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുന്ന പോലെ യഹോവ തന്നു, യഹോവ എടുത്തു. അവൾ ഈ ലോകത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരമ്മയായിരുന്നു, നല്ല ഒരു വൈഫായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിവൃത്തിയായി ദൈവം കണ്ടു എന്ന് ശുദ്ധിയുള്ളവളും പാപമില്ലാത്തവളും തെറ്റുകളുമില്ലാത്ത ഇനി ലോകത്തിൽ വേണ്ട തൻ്റെ മകളെ നീ പോരുക എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ദൈവം എടുത്തിരിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന നാമം മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാം കൊണ്ടും ഒരു വാക്കുകൂടെ പറയാം. കുഞ്ഞെ
ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സഹോദരങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഏറ്റവും സ്നേഹം തന്നെയാണ്. നിന്റെ എല്ലാ ആവശ്യത്തിനും ഷെയറിങ് കെയറിങ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉണ്ടായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലീസ് നാട്ടിലുണ്ട്. ഞങ്ങളുടെ ഫാമിലീസുകൾ അവിടെയുണ്ട്. ഞങ്ങളുടെ ജ്യേഷ്ഠത്തിൽ തിരുവല്ലയിൽ ഞങ്ങളുടെ അമ്മാമ മൂത്ത അമ്മാമ ടെക്സാസി ഡാലസിൽ അമ്മാമ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ഓർക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മാമയെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, സമാധാനം ദൈവം തരും. ദൈവമല്ലാതെ നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും സമാധാനവും കുഞ്ഞുങ്ങൾക്കും കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് ഫിലിപ്പോസ് ചെറിയൻ ബാബു, കുഞ്ഞിൻ്റെ മൂത്ത ബ്രദറാണ്. റെനിയെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമാണ് ഉള്ളത്. റെനിയെക്കുറിച്ച് പറയുമ്പോൾ ശാന്തത, എവിടെയും ഉറച്ച നിലപാട്, ഉറപ്പുള്ള ദൈവവിശ്വാസം, കുടുംബം സന്തോഷമായി കൊണ്ടുപോകാനുള്ള കഴിവ്, രുചികരമായ ഭക്ഷണം പാകം ചെയ്യൽ, സൽക്കാരം, പ്രാർത്ഥന തുടങ്ങിയവ ഓർക്കുന്നു. ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിന്. കുഞ്ഞിനും മക്കൾക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിൻസനും ബെഞ്ചമിനും കൂടുതൽ കരുത്തും ഉത്സാഹവും കഴിവും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനോടും വിൻസനോടും ബെഞ്ചമിനോടും പറയാനുള്ളത്, എപ്പോഴും റെനിയെ ഓർക്കണം. റെനിക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളെ നമ്മൾ ഇനി അന്നെങ്കിലും ചെയ്യാവൂ. നമ്മുടെ കൂടില്ലെന്നുണ്ടെങ്കിലും റെനിയെല്ലാം കാണുന്നുണ്ട്. റെനിയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിവിടെ നിൽക്കുന്നതിന് രണ്ടാമത്തെ കാരണം എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. ബിഹാഫ് ഓഫ് കുഞ്ഞ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ്. ഫസ്റ്റ് ഐ അക്നോളജ് Pastor Shiju Nainan and Philadelphia Revival Church members. During the 4 weeks Reni was in hospital, your prayers and words of consolation was great comforting for the family. I realized Pastor was calling the family each and every day. I extend my sincere thanks to Pastor Shiju Nainan, other pastors, all members of Philadelphia Revival Church. The church choir is singing comforting songs. I extend thanks to them also. I am a member of St. Mary's Malangara Orthodox Church. All members and vicar, Reverend C.J. Johnson, Coropiscopa, were praying for Reni since she went to hospital, and all of them expressed condolences on her demise. My sister and family are members of Ascension Marthoma Church. All members and vicar Jinsen K. Matthew were praying for Reni while she was sick and expressed condolences now. Our family members are attending several churches in this area. All were praying for Reni's speedy recovery. I extend sincere thanks to all these groups. I extend sincere thanks to Fletcher Funeral Home directors and staff for their excellent service and cooperation. Also, I thank Longview Cemetery officials and staff. Today, the whole service is lively broadcasted by Aero Digital Studio. I thank the owner Rogers and team for their excellent service. I thank the doctors and nurses and whole medical team of Albert Einstein Medical Center, Philadelphia, Penn State Hershey Center, and for their excellent medical care. Due to COVID pandemic restriction, no bystanders were allowed. The medical team were constantly communicating and updating Kunya at least 3 times a day. The medical team of both hospitals deserve special thanks. We are so indebted to Mr. Daniel Thomas. He is the one who did all the coordination, transportation, funeral home and cemetery services and so on. We recognize his resourcefulness, willingness to help
sincere and professional advisors, and efficient management. Thank you very much, Mr. Daniel Thomas. I recognize the service of news media, eMalayali, Kerala Times, Malayalam Manorama, and Malayalam Varta. I thank George P.D. Nadavayal for coordinating and reporting the news. I thank each and every one of you. You may please walk around, walk around, take a view, and you may please go. I thank each and every one of you who gave condolence messages by phone and by social media. Special thanks to Pamba, Tri-State Kerala Forum, Pokana, INRC, Friends of Tiruvalla leaders and members. Several individuals and groups have sent flowers. I acknowledge them and thank them all. A lot of people from the near and far wanted to come and attend the function. People from New York, New Jersey, Baltimore, Tennessee, Dallas, Houston, Canada, and so on. We recognize your concern and affection. Thank you very much for being patient and for observing the CDC and other government regulations and helping to prevent the spread of coronavirus pandemic. Thank you for watching this live broadcasting. Sunil Varghese, my nephew, is an active young leader who did all the long driving and who coordinated the obituary paperwork and the picture printing. Thank you very much, Sunil. Once again, I thank, on behalf of Kunya family and relatives, I extend sincere vote of thanks to all you are here and all you are watching the event on live streaming. God bless and comfort all of us. Thank you. Thank you, sir. So we'll sing that one part of that song which we first sang before we move into the next session. Safe in the arms of Jesus, safe on His gentle breast, there by His side shaded, sweetly my soul shall rest. Hark is the voice of angels, calling the song to me. Over the fields of glory, over the jasper sea, safe in the arms of Jesus, safe on His gentle breast, there by His love all shaded, sweetly my soul shall rest. I thank God because we are keeping very good time. I want to appreciate all of you who partook. Thank you so much. That shows order and discipline, which is very important in the kingdom of God. I now move into the next session. I invite Pastor Anil T. Koshi, one of the pastors of the Revival Church, to read first Psalms 90 and then Psalms 23. 90-ാം സങ്കീർത്തനവും പിന്നെ 23-ാം സങ്കീർത്തനവും വായിക്കുവാൻ പാസ്റ്റർ അനിൽ ടി കോശിയെ സ്വാഗതം. ഞങ്ങൾ ഫിലഡൽഫിയ കഴിഞ്ഞിട്ട് 6 മാസമാകും കഴിഞ്ഞു. സഭയിൽ കൂടി വന്ന ആദ്യ സമയം തന്നെ സിസ്റ്ററെ പരിചയപ്പെടാനും ഒക്കെയും ദൈവം സഹായിച്ചു. നമ്മളെല്ലാവരും ഇവിടെ കേട്ടതുപോലെ നല്ല സ്മൈലി ഫേസ്, ചിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ദൈവത്തിൻ്റെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ വലിയൊരു മഹത്വം ആ മുഖത്ത് ആ ചിരിയിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാനൊക്കാത്തത് ദൈവം സിസ്റ്ററിലൂടെ കാണിച്ചു തന്നു.
എവറി എൻ്റെ കൂട്ടാളിയെ വിളിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് വന്നിട്ട്, എന്താണ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ചോദിക്കുകയും ഞങ്ങൾക്കൊരു ഇവിടെ ഒരു പ്രയാസം അനുഭവിച്ചിട്ടുള്ള എൻ്റെ സിസ്റ്ററുടെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് ഞങ്ങൾക്കൊരു ലോൺലിനെസ് ഇതുവരെ തോന്നിയിട്ടില്ല. അത്രത്തോളം സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു. ദൈവം അങ്ങനെ ഒരു സഹോദരിയെ ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യും. സകലം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവവചനത്തിലേക്ക് കൊണ്ടുപോകാം. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം മാത്രമേ ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തിൽ തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു ഒഴിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം തുടർന്ന് റിവൈവൽ ചർച്ചിലെ പാർശ്വമാനായ പാസ്റ്റർ തോമസ് ജോർജ് അല്പമായി ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പാസ്റ്റർ തോമസ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തിയുള്ള ദൈവം, സർവത്തെയും തന്റെ വചനത്താൽ സൃഷ്ടിച്ചവൻ, വചനം ജഡമായി തീർന്ന ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന കർത്താവിന്റെ നാമത്തിൽ ഇവിടെ കടന്നു വന്ന എല്ലാ മക്കൾക്കും ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകമായി ഈ സമയത്ത് നന്ദിയും സന്തോഷവും പറയുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ദുഃഖത്തിന്റെ, വേദനയുടെ, പ്രയാസങ്ങളുടെ ഒക്കെ ശബ്ദങ്ങൾ കേൾക്കാം. എന്നാൽ അസെൻഷൻ ചർച്ച് മുതൽ ഞങ്ങളെ ഒരുമിച്ച് കണ്ടുമുട്ടിയ നാൾ മുതൽ, പെരിയും കുഞ്ഞും കുടുംബമായി ഈ ദേശത്ത് കടന്നു വന്ന നാൾ മുതൽ ഇന്ന് വരെ വലിയ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായ വിധത്തിൽ ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും ഈവൻ പലപ്പോഴും കൂട്ടായ്മ ആചരിപ്പാൻ ഭവനങ്ങളിൽ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്ന അന്യോന്യം ഇങ്ങോട്ട് ഭക്ഷണം പാകം ചെയ്ത് ഞങ്ങൾ അന്യോന്യം സന്തോഷിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലെ ആരംഭം മുതൽ ഇന്ന് വരെയും ഉണ്ടായിരുന്നു. റെനിയുടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ റെനിയുടെ ആ മുഖത്തെ പ്രകാശവും തൻ്റെ സന്തോഷവും കുടുംബത്തിന് മാത്രമല്ല ചുറ്റുപാടുകൾക്ക്, സഭയ്ക്ക്, വ്യക്തിഗതങ്ങൾക്ക് അനുഗ്രഹമായി, അതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലായിട്ടുള്ള
അനുഭവം. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക, സാക്ഷിക്കുക. അത് മകളുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് ഈവൻ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ പോയാൽ അവിടെ ഇരിക്കുന്ന ആ രോഗിയെ ശുശ്രൂഷിക്കുന്നവരോട് പോലും സുവിശേഷം പറയുവാൻ, അവിടുത്തെ അധികാരികളോട് സുവിശേഷം പറയുവാൻ, എൻ്റെ മകൾ ഭയപ്പെടാതെ സാക്ഷിക്കുന്ന കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. എൻ്റെ മകളുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും നല്ലതും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു കർത്താവ് പറഞ്ഞെങ്കില് ആ വെളിച്ചത്തിന്റെ ഭാഗമായി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മാത്രമല്ല, അത് ജീവിതത്തിന്റെ അനുഭവമാക്കി ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു സഹോദരിയായിട്ട്, ഒരു ഭാര്യയായിട്ട്, ഒരു അമ്മയായിട്ട്, ഭവനത്തിലും ചുറ്റുപാടുകളിലും ഭർത്താവിനും എല്ലാം ദൈവസ്നേഹത്തിന്റെ വലിയ വെളിച്ചം പകരുവാൻ, ആ വെളിച്ചത്തിന്റെ ഒരു രാധാവായിരിക്കാൻ, ഭവനത്തിൽ തന്നെയല്ല ചുറ്റുപാടുകൾക്ക്, മറ്റുള്ളവർക്ക്, സഭയ്ക്ക് അതൊരു അനുഗ്രഹമായിരുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാനല്ല, അതെന്റെ അനുഭവമാണ്. നിന്റെ മകളുടെ ജീവിതത്തിൽ നൽകി തന്ന ആ ആയുസ് ദൈവത്തിന് വേണ്ടി ആളോളം ഓടി കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ കർത്താവിന്റെ മടിയിൽ ഇരിക്കുക എന്നുള്ളൊരു വലിയ കൊതിയോടെ കഴിഞ്ഞ നാളുകളിൽ നിന്റെ മകളെ ജീവിക്കാൻ ഇടയായി. അതെല്ലാവരും പറയുമായിരുന്നു. മറ്റുള്ളവരെ കഷ്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ മകളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി. അത് ഞാൻ ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സഭയായി അതിനുള്ള നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് എൻ്റെ മകളെ അവസാനം വരെയും ഇതുവരെയും പെട്ടെന്ന് നമുക്ക് എൻ്റെ മകൾ നമ്മുടെ സന്നിധിയിൽ നിന്ന് നിദ്ര പ്രാപിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോഴും ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അതിനെ നമുക്ക് ആശ്വസിക്കാനുള്ള ദൈവവചനം നമുക്ക് ദൈവത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക്, അവൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ നിത്യതയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കും. സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിലുണ്ട്. അവർക്ക് മാത്രമല്ല, നമ്മളെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും അതേ അനുഭവമാണ്. നമ്മൾ വിശ്വാസത്തോടെ ആ ദിവസങ്ങൾക്കായി കാത്തിരിക്കേണ്ടത്. നമ്മൾ അതിനായിട്ടാണ് നമ്മെ ഈ ദിവസങ്ങൾ ഒരുക്കുന്നത്. ഈ സാഹചര്യവും നമ്മെ കൂടുതലായിട്ട് അതിനായിട്ട് ശക്തീകരിക്കട്ടെ. ഒരു വചനം വായിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങളെ നിർത്തട്ടെ. ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക്, അവനിൽ ജീവിക്കുന്നവർക്ക് നിദ്ര, അത് നമുക്കറിയാം. നിദ്ര എന്ന് പറയുമ്പോൾ അതൊരിക്കലും അത് തീർന്നു പോകുന്ന ഒരു കാര്യമല്ല. നിദ്ര കൊള്ളുന്നവർ വീണ്ടും എഴുന്നേൽക്കും. മരിച്ചവർ നിത്യനാശത്തിനോ അല്ലെങ്കിൽ നിത്യസ്വർഗത്തിനോ അവകാശികളോ. എന്നാൽ നിദ്ര കൊള്ളുന്നവർക്ക് വീണ്ടും ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർക്ക് ആ നിത്യ പ്രത്യാശയോടെ നിത്യതയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതിനായിട്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സന്ദർഭം നമ്മളെ അതിനായിട്ട് ഒരുക്കുന്ന ഒരു സാഹചര്യമാക്കി നമ്മളെ തീർക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇത് വൽക്കാമെന്ന് ചിന്തിക്കാം. ഈ ദിവസം നമുക്ക് കടന്നു വരും. ഒരുവൻ ഈ ലോകത്തിൽ ജനിച്ചാൽ അവന് മരണമുണ്ട്. അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്തിൽ ജീവിച്ച, വിശ്വാസത്തിൽ മരിച്ചുവെങ്കിൽ പ്രത്യാശയോടെ ആ നിത്യരാജ്യത്തിന് വേണ്ടി നിത്യതയിൽ പ്രവേശിച്ചെങ്കിൽ ഇന്ന് നമുക്കോട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് താൻ നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് ഇതുകാലം നമുക്ക് ഈ ആശ്വാസത്തിന്റെ വചനം നമുക്ക് ഏർക്കുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവിന്റെ കാളനാദം കേൾക്കും. ആ നിത്യതയിൽ നമ്മൾ കർത്താവിനോട് കൂടെ
നമ്മുടെ മുന്നിൽ മരിച്ചു. ആദ്യം ഉയർത്തെഴുന്നേൽക്ക് മാത്രമല്ല, നമ്മൾ രൂപാന്തരപ്പെട്ട് ഒരുമിച്ച് ആ കർത്താവിനെ നിത്യമായി അവനോടുകൂടെ വാസിപ്പാനും അവനെ അവരോടുകൂടെ ആയിരിക്കാനും ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് പലകാല യുവജനത്താൽ നമ്മളെ എല്ലാവരെയും ഭവനത്തെയും പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഈ ബന്ധുമിത്രാദികളെ എല്ലാം മാനുഷികമായുള്ള ശബ്ദം കൊണ്ട്, എൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് സമാധാനം തരുവാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞ ഒരു വചനമുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് അന്വേഷിച്ചു പോകണം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് അന്വേഷിച്ചു പോകുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് അന്വേഷിച്ചു പോകുന്നു. ആ സമാധാനത്താൽ ഇന്ന് പകൽക്കാലം ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി ചെയ്ത് കർത്താവിൻ്റെ പറയുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മെ അതിനെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതൻ ഭക്തർഭാവനെ ആകാശമപ്പുറം നേരം കാണുമെന്റെ ബൈബിൾ ചർച്ചിലെ പാസ്റ്റർമാരായ പാസ്റ്റർ ജോർജ് സാമുൽ വളരെ ഹ്രസ്വമായി എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ് നമ്മളോട് സംസാരിക്കുന്നത്. പാസ്റ്റർ ജോർജ് സാമുൽ. സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ സർവകൃപാലുവായ സ്വർഗീയപിതാവാൻ ദൈവത്തിന് ഞാൻ ഈ സമയത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്താം. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും വന്ദനവും. നമ്മളായിരിക്കുന്ന ഈ സാഹചര്യം വളരെ ഹല്ലേലൂയ നമുക്കെല്ലാം അറിയാമല്ലോ, പ്രത്യേകിച്ച് വിശദീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കർത്താവിൽ നിദ്ര കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസി, ഈ പ്രിയപ്പെട്ടവളെ ഞാൻ കർത്താവിന്റെ ഒരു ശിഷ്യ എന്ന് വിളിക്കും. കർത്താവിനെ പോലെ ആകാനുള്ള ഒരാഗ്രഹം, ഗുരുവിനെ പോലെ ആകുന്നതാണ് ശിഷ്യന് താല്പര്യം എന്ന് പറഞ്ഞ പോലെ യേശുവിനെ പോലെ എല്ലാ തരത്തിലും ആകുവാനുള്ള ഒരു വലിയ ആഗ്രഹം മകളുടെ ഹൃദയത്തിൽ കർത്താവ് ഇട്ടിരുന്നു. അതൊരു തീയായി. തനിക്ക് ഒരുപാട് ഫേവർ കർത്താവ് കൊടുത്തിരുന്നു, ഒത്തിരി ഗ്രേസ്, ഒത്തിരി കൃപ ഈ മകൾക്ക് ദൈവം കൊടുത്തിരുന്നു. തനിക്ക് കൊടുത്തിരുന്ന എല്ലാ കൃപകളും എല്ലാവിധമായ താലന്തുകളും യുക്തമായി താൻ വ്യാപാരം ചെയ്തു എന്നുള്ളത് റെനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ എടുക്കാം. ദൈവവചനം ഗ്രഹിക്കുന്നതിൽ, പഠിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, പ്രാർത്ഥനകൾ ലീഡ് ചെയ്യുന്നതിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ, പാടുന്നതിൽ, തനിക്ക് ലഭിച്ച ദൈവവചനം മറ്റുള്ളവരോട് ആവേശത്തോടെ പറഞ്ഞ് മനസ്സിലാകാവുന്ന രീതിയിൽ വല്ല വിധേനയും ചില ജീവിതങ്ങളെ യേശുവിലേക്ക് തിരിക്കുന്നതിൽ ഈ മകൾക്ക് ദൈവത്തിന് വലിയൊരു ആത്മാവിന്റെ തീ തന്റെ ഉള്ളിൽ കൊടുത്തിരുന്നു. ആ തീയെ അണയാതെ ജ്വലിപ്പിച്ച് സൂക്ഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവി മകളെ ഉപയോഗിച്ചു. ഈ മകളെ പറ്റി പറയുമ്പോഴൊക്കെയും യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെ പറ്റി ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കൃപകൾ, തന്നിരിക്കുന്ന കഴിവുകൾ, തന്നിരിക്കുന്ന പ്രാപ്തികൾ നമ്മൾ നല്ല ഗ്രഹവിചാരകന്മാരായി കർത്താവിന് വേണ്ടി അതിനെ വ്യാപാരം ചെയ്യുകയും മറ്റൊരാൾ നമ്മളിൽ കൂടി അവർക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതാണ് നമുക്ക് സ്വർഗത്തിൽ ദൈവത്തിന്റെ പ്രതിഫലമായി തീരുന്നത്. ഇന്ന് പകൽക്കാലം ഈ റെനിയിൽ കൂടി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ റെനിയിൽ കൂടി നമുക്ക് ലഭിച്ച ഒത്തിരി നല്ല നല്ല കാര്യങ്ങളെ പറ്റി നമ്മളെല്ലാവരും സാക്ഷ്യപ്പെടുത്താൻ ഇടയായി. അത് മുഖാന്തരമായി ദൈവനാമം മഹത്വപ്പെടുമ്പോൾ അതിനുള്ള പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് റെനിയുടെ പേരിൽ ദൈവം പ്രത്യേകം ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കും. റെനി ഇവിടെ ഇല്ല, റെനി മരിച്ചിട്ടില്ല. റെനിയുടെ ഒരു കൂടാരമാണ്, അല്ലെങ്കിൽ സ്തോത്രം ഈ വളരെ വസിച്ചിരുന്ന ഒരു കൂടാരം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് വിലയേറിയ ഒരു വ്യക്തി ഉണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി താൻ കൈക്കൊണ്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ റെനി വിശ്വസിച്ചു, എന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു വരിച്ചു. അത് നിശ്വസിച്ച് യേശുവിനെ കർത്താവ് രക്ഷിതമായി തന്നെ സ്വീകരിച്ച നിമിഷം മുതൽ ഇവളെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. ഇവളിൽ വ്യാപരിക്കുന്ന നിത്യജീവനാണ്, ഇവർക്കൊരിക്കലും മരണമില്ല, എന്നും എന്നേക്കും റെനി ജീവിച്ചുകൊണ്ടേ ഇരിക്കും. കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
എന്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ അകപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നല്ല, ഈ റെനി സിസ്റ്റർ കർത്താവ് യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഞാൻ ജനിച്ചപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ആദാമിലുള്ള ഒരു ജന്മമല്ല, മനുഷ്യ ബീജത്താലുള്ള ഒരു ജന്മമല്ല, ഹല്ലേലൂയ സ്തോത്രം, ജഡത്താലുള്ള ഒരു ജന്മമല്ല, രക്തത്താലുള്ള ഒരു ജന്മമല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലുള്ള ഒരു ജന്മമല്ല. ദൈവത്തിൽ നിന്ന് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം തന്റെ മക്കളാവാൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിച്ച് യേശു തന്റെ ഉള്ളിൽ വളരെ പുതിയ ഒരു വ്യക്തിയായി, സ്വർഗീയ വ്യക്തിയായി തന്റെ ഉള്ളിൽ ജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ആ നിമിഷം മുതൽ ഈ മകൾ നിത്യജീവനിലേക്ക് കടന്നു. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ശരീരം വിട്ടുപോകുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ജീവനിലേക്ക് കടക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു വഴി ദൈവം തുറന്നിരുന്നു. മനുഷ്യന് ദൈവത്തിൽ യാതൊരു വഴിയും ഇല്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഒരു ഗോവേണിയായി, സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗോവേണിയായി നമുക്ക് ദൈവത്തിലേക്കുള്ള ഒരു വഴിയായി ഇറങ്ങി വന്നു. ആ യേശുവിനെ കൈക്കൊണ്ട നിമിഷത്തിൽ കടന്നു പോയിരിക്കുകയാണ്. കർത്താവ് നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഒരു ഹല്ലേലൂയ പട്ടുനൂൽപ്പുഴു അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു ഹല്ലേലൂയ സ്തോത്രം ചിത്രശലഭമാവുന്നതിന് മുമ്പ് ക്രൂപ്പയായിരിക്കുമ്പോൾ അതിന്റെ കൂടാരം പൊട്ടിച്ച് മനോഹരമായ ഒരു ചിത്രശലഭമായി വെളിപ്പെടാൻ പോകുന്നത് പോലെ, അത് വെളിപ്പെടേണ്ടത് പോലെ ഈ പ്രിയമകൾ ഈ മകളെ അടക്കി വെച്ചിരുന്ന പരിമിതിയുള്ള, ബലഹീനതയുള്ള, കുറവുകളുള്ള, രോഗം വരാവുന്ന, കഷ്ടം വരാവുന്ന ഒരു മണ്ണിൽ നിന്നുള്ള മൺശരീരത്തിൽ താൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് പൽക്കാലം കർത്താവേ, കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടത്തെ സമയത്ത് ഈ പ്രിയമകൾ ആ മൺകൂടാരം പൊളിച്ച് ഒരു സ്വർഗീയ കൂടാരം തേജസ്സിലേക്ക് ഈ മകൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ തേജസ്സിലേക്ക് പ്രിയമകൾ പ്രവേശിച്ചിരിക്കുകയാണ്. തന്റെ പേരൊരു വലിയ തേജസ് വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, അതിലെ സ്തോത്രം, ഇപ്പോൾ ഇതൊരു ബഞ്ചാണ്. ഈ ബഞ്ചിന്റെ പൂക്കൾ, ഒത്തിരി പൂക്കൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു പൂക്കൾ യജമാനൻ അതിനെ മുറിച്ചെടുത്താൽ ഈ ചെടിക്ക് മുഴുവൻ വേദനിക്കും. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗീയ രാജാവാകുന്ന നമ്മുടെ ദൈവമായ യഹോവ തന്റെ ഭണ്ഡാരത്തിലേക്ക്, തന്റെ മഹത്തായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഈ മകളെ പറിച്ചെടുത്തിരിക്കുക. അപ്പൊ ആ പൂവുമായിട്ട് ബന്ധപ്പെട്ടുന്ന അതിന്റെ ചെടിയുണ്ട്, അതിന്റെ കായുണ്ട്, അതിന്റെ ഇലയുണ്ട്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനും മുറിവുണ്ട്, അതിന് വിഷമമുണ്ട്. പൽക്കാലം നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ മകളെ പറിച്ചെടുത്തത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്വർഗത്തിൽ മഹിമയ്ക്ക് വേണ്ടി മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് തന്റെ ദൈവം വിളിച്ചതെന്ന് ഓർക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖം മാഞ്ഞു പോകുവാൻ കൊണ്ട് ഇടയാക്കി തീരണം. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഈ ഹല്ലേലൂയ താൻ പോയ വഴിയെ നമുക്ക് തിരഞ്ഞെടുത്താൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും തേജസ്സിൽ നമുക്ക് റെനിയെ കാണാൻ പറ്റും എന്നുള്ളത് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ സ്തോത്രം. റെനി തെരഞ്ഞെടുത്ത യേശു, തനിക്ക് ഒത്തിരി നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി ആത്മാനുഭൂതി ഉണ്ടായിരുന്നു, തനിക്ക് ലഭിച്ചെല്ലാം നല്ലപോലെ കാര്യവിചാരം ചെയ്ത നല്ലൊരു ഗ്രഹവിചാരികയായിരുന്നു, നല്ലൊരു സ്റ്റുവേഡായിരുന്നു. റെനിക്ക് ഒത്തിരി പ്രതിഫലങ്ങൾ ദൈവസ്ഥയിൽ കിട്ടും. റെനിക്ക് മാത്രമല്ല, റെനി പ്രത്യാശ വെച്ച യേശുവിൽ പ്രത്യാശ വെക്കുവാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞാൽ നമുക്കും അത് ലഭ്യമാണെന്ന് ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മോട് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. യേശു റെനി പോയ മാർഗത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. സ്വയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമല്ല, സ്വയം നീതിയാലുള്ള ഒരു ജീവിതമല്ല. വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദൈവിക നീതിയുടെ മാർഗം യേശു ക്രിസ്തു മുഖാന്തരം ദൈവം സകല മാനവജാതിക്ക് തന്നിരിക്കുന്നു. ആ മാർഗമാകുന്ന ദൈവമാകുന്ന പിതാവിനെ, യേശു ക്രിസ്തു എന്ന ഏക വഴിയെ നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് എല്ലാവർക്കും ആ ലക്ഷ്യസ്ഥാനത്തെത്തുകയും തേജസ്സിലായിരിക്കുന്ന റെനിയോടൊപ്പം നമുക്കും തേജസ്സിൽ ഒന്നിച്ച് ദൈവസ്ഥിതിയിൽ സമ്മേളിച്ച് ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ട് നിത്യത്തിൽ അവരോട് കൂടെ വാഴുവാനുള്ള ഒരു വലിയ പദവിയിലേക്ക് സകല മാനവജാതിയെ യേശു ക്രിസ്തു വിളിക്കുക. അങ്ങനെ ആ തീരുമാനത്തിൽ യേശു ക്രിസ്തു എന്ന വഴിയെ തിരഞ്ഞെടുത്ത് നമ്മുടെ സ്വയത്തെ മരിപ്പിച്ച് നമ്മുടെ സ്വാർത്ഥതകളെ മരിപ്പിച്ച് എന്റെ ഇഷ്ടമല്ല യേശുവേ, നിന്റെ ഇഷ്ടം മാത്രം, അതെന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്ത യേശുവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജയജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം തന്ന വലിയവനായ ദൈവത്തോടും ഈ സഭയോടും എല്ലാ പ്രിയപ്പെട്ടോടും എന്റെ ഹൃദയമായ നന്ദി ഞാൻ അർപ്പിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. My hope is found. He is my life, my strength, my song. This cornerstone, this solid ground. Firm through the fiercest drought and storm. What heights of love, what depths of peace. When fears are still, when striving cease. My comforter, my all in all. Here in the love of Christ.
ലേഖനം 8:11 നിങ്ങൾ വചനമുള്ളവർ കയ്യിൽ ബൈബിൾ ഉള്ളവർ എടുക്കാം. But if the spirit of him that raised up Jesus from the dead dwell in you, he that raised up Jesus from the dead shall also quicken your mortal bodies by his spirit that dwells in you. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. തുടർന്ന് 1 Corinthians 15:12-28 നിങ്ങൾ വന്നവര് ദയവായി വന്ന് ഇതിലൂടെ നിങ്ങൾക്ക് പോകാവുന്ന സാഹചര്യമുണ്ട്. You may pay your last respects. You can walk this way. All beloved guests, please be free. First Corinthians 15, reading from verse 12-28. Now if Christ be preached that he rose from the dead, how say some among you that there is no resurrection of the dead? But if there is no resurrection of the dead, then is Christ not risen? And if Christ be not risen, then our preaching is vain and your faith also is vain. Yes, and we are found false witnesses of God, because we have testified of God that he raised up Christ, whom he raised not up, if so be that the dead rise not. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടല്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. For if the dead rise not, then is Christ not raised. And if Christ be not raised, your faith is vain. You are yet in your sins. പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാ വിശ്വാസം, ഏത് സഭാവിഭാഗമാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം മരിച്ചവർ പുനരുദ്ധാനം ചെയ്യും വിശ്വസിക്കുന്നവർക്കാൻ ദൈവത്തെ. They also which are fallen asleep in Christ are perished. If in this life only we have hope in Christ, we are of all men most miserable. But now is Christ risen from the dead and become the first fruits of them that slept. For since by man came death, by man came also the resurrection of the dead. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. For as in Adam all die, even so in Christ shall all be made alive. I want to just read one more verse. 2 Corinthians 5:1-10. 2 Corinthians 5:1. I want to read this in Malayalam. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയും. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വെച്ചു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോളം ഭാരപ്പെട്ടത്. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ എത്ര ഞങ്ങൾ നടക്കും. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടും. Wherefore we labor that whether present or absent we may be accepted of him. For we must all appear before the judgment seat of Christ, that everyone may receive the things done in his body according to that which he has done, whether it be good or bad. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകും. ഞാൻ കൊലോസ്യർ 3:4 വാക്യങ്ങൾ വായിച്ചു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ. For your dead and your life is hid with Christ in God. When Christ, who is our life, shall appear, then shall you also appear with him in glory. 1 Thessalonians 4:13-18. 1 Thessalonians 4. സഹോദരന്മാരെ, but I would not have you to be ignorant, brethren,
concerning them which are asleep, that you sorrow not, even as others which have no hope. For if we believe that Jesus died and rose again, even so them also which sleep in Jesus will God bring with him. For this we say to you by the word of the Lord, that we which are alive and remain unto the coming of the Lord shall not prevent them which are asleep. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ 1800-കളിലെ വലിയ ഉണർവിൽ ഇങ്ങനെ പാടിയത്, മുമ്പേ മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ. ഈ വചനത്തെ ആസ്പദമാക്കിയിട്ടാണ് വിശ്വാസത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാട്ടിട്ടത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി. ഈ വിശ്വാസമുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാം. Those who have this hope, may we lift our hands and say thank you Lord for the precious. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശംസിച്ചു. No, never alone. No, never alone. He promised never to leave me, never to leave me alone. No, never alone. No, never alone. He promised never to leave me, never to leave me alone. No, never alone. No, never alone. He promised never to leave me, never to leave me alone. No, never alone. No, never alone. He promised never to leave me, never to leave me alone. നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. There are only 2 or 3 more things to be done according to our program. I've been asked to stay back and sing some songs, which we will do. But we are coming to the end of the planned program. We have mentioned there's a final message, which I'll be saying again. I'll be taking very little time. And then we'll be singing one of Rennie's favorite songs. Feba will lead us in singing that song. During that time, I welcome all family members to take one more look. Precious Rennie. And then after that, we'll say a simple benediction. After that, I'll be calling Mr. Daniel Thomas to come forward and give us rest of the instructions to Shibu. You can come this way. Pay your respects and then we sing. ഇത്രയും കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. കുടുംബാംഗങ്ങൾ, സഭയിലുള്ള ദേവദാസന്മാർ, നിങ്ങളെല്ലാവരും നല്ല വാക്കുകൾ പറഞ്ഞു, ആശ്വാസ വാക്കുകൾ പറഞ്ഞു. I thank God for all the wonderful words that we have spoken. തന്റെ പ്രിയ കുടുംബം കഴിഞ്ഞാൽ she was more than a sister to me and Reena. ഇതെന്റെ മാത്രം വികാരമല്ല, ഞങ്ങളുടെ ആ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെയും ഗൽഗതമാണ്. നല്ലൊരു കുടുംബത്തിൽ അവൾ വളർത്തപ്പെട്ടു. She was born in a good family. She was married to a God-fearing family, which I can see now. അവിടെയൊക്കെ അവൾക്ക് ഒത്തിരി ബഹുമാനവും സ്നേഹവും കിട്ടി. ഇപ്പോഴും ഞാനത് കാണുന്നു. അതുപോലെ തന്നെ ദൈവം അവൾക്ക് കൊടുത്ത ഒരു ആത്മീക കൂട്ടായ്മ. ഞങ്ങളുടെ ആ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന സമയത്തെ ഒരു 2 പേരും അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ദേവദാസന്മാർ servants of God should not be emotional. പക്ഷെ ഞാൻ അല്പം ഇമോഷണലായി. ആദ്യം തൊട്ടേ from the beginning, കുഞ്ഞു ബ്രദർ and Rennie used to dream with us. യേശുവിലേക്ക് അനേകർ വരുന്ന സ്വപ്നം ഞങ്ങളുടെ സഹോദരി ഞങ്ങളുടെ കൂടെ ഇരുന്ന മെയിൻ. പക്ഷേ നമ്മുടെ സഭയിൽ
യേശുവിനെ അറിയാൻ ഒത്തിരി പേര് വരും. ഇടയ്ക്ക് പറയും പൊങ്ങണ്ട കേട്ടോ. യേശുവിനെ അറിയാൻ ഒത്തിരി പേര് വരും. യേശുവിന്റെ നാമം ഉയർത്തപ്പെടും. ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഓർക്കും. റെനി ഇപ്പോൾ എവിടെയാണെന്ന് അറിയുവാൻ നമുക്ക് പലർക്കും താല്പര്യം കാണും. Many of us would like to know where she is right now. According to 1 Thessalonians 4:1, she is sleeping in Jesus. She is not dead. അവൾ മരിച്ചു പോയിട്ടില്ല. റെനി മരിച്ചു പോയിട്ടില്ല. അവൾ യേശുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുക. ലാസറിന്റെ കാര്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്, അവൻ ഉറങ്ങുകയാണ്. എന്നാൽ ദൈവം യേശുവിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് യേശു വിളിച്ചു. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ആ ശബ്ദം ഇന്നിവിടെ മുടങ്ങിയിരുന്നെങ്കിൽ റെനിയെ പുറത്തു വാ, നിന്നെ ഇവിടെ ആവശ്യമുണ്ട്. ഈ ഷോക്ക് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല പ്രിയ സഹോദരി. ആ ശബ്ദം ഇവിടെ മുഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ഒരു മണ്ടനെ പോലെ ഞാൻ ആഗ്രഹിക്കുകയാണ്. Because she was very precious to us. Very, very precious to us. ഈ സമയത്ത് വളരെ നമ്മോടൊപ്പം വരാൻ ആഗ്രഹിച്ചെങ്കിലും അവസാന നിമിഷം വരാൻ സാധിക്കാത്ത ബഹുമാനപ്പെട്ട കുടുംബാംഗമായ നിങ്ങൾ സ്നേഹിക്കുന്ന പാസ്റ്റർ സാബുവിനായും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആരെക്കാൾ കൂടുതൽ തന്റെ പ്രിയ കുഞ്ഞപ്പാനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വ്യക്തി പ്രിയ സാബു പാസ്റ്റർ. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു റെനിയുടെ വിശ്വാസത്തിന്റെ ആധാരമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. താൻ ചില കാര്യങ്ങൾ, പുതിയ ചില കാര്യങ്ങൾ ചെയ്തതാണോ? അല്ല. ഒരു സഭ വിട്ട് മറ്റൊരു സഭ വിട്ടത് പോയതാണോ? അല്ല. തനിക്ക് നല്ല വചനഗ്രാഹ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണോ? അല്ല. നല്ല കൃപയോടെ വചനം പറയാൻ സാധിക്കുമെന്നുള്ളതാണോ? അല്ല. നല്ലൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണോ? അല്ല. That she was married to a very God-fearing family? No. What was the basis of Reni's faith? The basis of Reni's faith was not about one church or another church. The basis of our Reni's faith was not about a man of God. The basis of Reni's faith was nothing about anything. It was about a man called Jesus. റെനിയുടെ വിശ്വാസം മുഴുവൻ യേശു ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. He is the rose of Sharon. Sharon in Paranir Pushpa. He captivated her heart. അവനാണ് അവളുടെ ഹൃദയത്തെ കവർന്ന സ്നേഹകാന്തൻ. അവനോടുള്ള സ്നേഹമാണ് അവളുടെ ജീവിതത്തിൽ എല്ലാം പ്രതിഫലിച്ചത്. She loved her husband through Jesus. As a brother, she respected me through Jesus. As a sister, she loved you all through Jesus. യേശുവായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലുത്. കൃപയാൽ ഒരു സഭാ താല്പര്യമോ ഒരു സഭാ സ്പിരിറ്റോ മനഃപൂർവ്വമായി ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങൾ അനുവദിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, the spirit of Jesus. യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നടക്കുവാൻ യേശുവിന് കൊടുത്ത ജയഗീതം അത് ഞങ്ങൾ പാടാറുണ്ട്. അവൾ ആ പാട്ട് എപ്പോഴും പാടും. ജയത്തിൻ ഘോഷം, ഉല്ലാസ ഘോഷം. So her faith was based on the person called Jesus. Who was this Jesus? ആരാകുന്ന യേശു? ദൈവത്തിന്റെ പുത്രനായ യേശു. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നവനായ ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഒരു വാതിൽ തുടച്ചാൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തവൻ, ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റാത്തവൻ, സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ ഭരിക്കുന്നവൻ യേശു. യേശുവായിരുന്നു അവളുടെ വിശ്വാസത്തിന്റെ ആധാരം. ആ യേശുവിലാണ് അവൾ അവളുടെ ജീവിതം അർപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെ ഉറപ്പാണ്, റിവൈവൽ ചർച്ചിലുള്ള അവളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വളരെ ഉറപ്പാണ്, അവളുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ ഉറപ്പാണ്, അവൾ യേശുവിന്റെ കയ്യിൽ നിദ്ര പ്രാപിച്ചു. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിന് എന്നും എവിടെയും ഞങ്ങൾ കീഴ്പ്പെട്ട് നിൽക്കുന്നു. കർത്താവ് പ്രിയ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് നന്ദിയുണ്ട്, ഈ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും എഗ്രി ചെയ്യുകയും ചെയ്ത പ്രിയ കുടുംബാംഗങ്ങളോട് നന്ദി റിവൈവൽ ചർച്ചിന്റെ നാമത്തിൽ അറിയിക്കും. ഈ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാനും മറ്റും സഹായിച്ച എബിനും ശിബിയോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ദൈവസ്നേഹമാണ് മറ്റെന്തിനേക്കാൾ വലുതെന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതോർത്ത് സ്തുതിക്കും, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. We'll be praying for everybody
ഈ സമയത്ത് യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്ന റിനിയുടെ പ്രിയ സഹോദരങ്ങൾ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. പ്രിയ ബെനി ജോർജ്, പ്രിയ ഹിമ വർഗീസ്, സൂസി ഡാനിയൽ സഹോദരങ്ങളെ, റിനിയുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൾ യേശുവിന് വേണ്ടി ജീവിച്ചു. ആ യേശുവിനെ നിങ്ങൾ അറിയും. ആ യേശുവിനെ കൂടുതൽ അറിയുവാൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഞങ്ങൾ എല്ലാവരും ഈ യേശുവിനെ അറിയാനുള്ള താല്പര്യത്തിലാണ്. ആരും ആരേക്കാൾ ശ്രേഷ്ഠരാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല, ഒരിക്കലുമല്ല. എങ്കിൽ എല്ലാവരോടും I want to exhort everybody here in all humility, let us know Jesus more and more every day. That is the basis of our faith. May God bless every one of you in Jesus name. തുടർന്ന് പ്രിയർ എനിക്ക് ഇഷ്ടമുള്ള യേശുവിന്റെ ഗാനം ഫേമമാണ് പാടും. ആ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് താല്പര്യമെങ്കിൽ anybody likes to see again, you may get up and take a look at Rennie. Her model remains, and after that we are done. You may leave. We will continue as after that. Dear Daniel Thomas will come forward and give us further instructions, and then we will continue to be singing songs till we are allowed to close the coffin. At this time, Brother Sharian can close the thing after everybody has seen, right? Okay. Just come and be with mommy. Somebody. Somebody stand with mommy. Hൃദയം കവർന്ന പ്രേമ
standing there want to take a last look, you are requested to follow this route, after which Brother Chirian will be closing the veil. Worship team, you may go now. Beloved, anybody yet to see our Rennie's precious godly face one last time? I request you, without wasting much time, kindly come forward. Please take a look at her. And then we have to conclude at the time. After that, precious Mr. Daniel Thomas will tell us the rest of the things. So I hope you have all taken a look. And I'm going to ask Brother Chirian at this time to cover the face. Those who are doing the camera, brother, video. Are you getting a face? Yeah. Because our brother and sisters and all family members watching. Vegathil vannu kanda. They're almost come to the end. Vegathil vannu kanda. ശോഭയേറുന്നോർ നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ നാഥൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ വേഗം Father, we thank you for all things. You have taught us to thank you for all things. You have taught us to thank you in all things. Even when our hearts are aching this morning, we have the strong assurance we'll see her again. And Lord, she is rejoicing. Then why should we be concerned? She is looking at your beautiful face. You are the one that she loved always. More than any of us, she loved you. And because of the love affair you had with her and she had with you, Jesus,
she was able to be a great disciple, a great witness, and a great sister for us. Thank you. And our Lord, may the grace of our Lord Jesus Christ, the love of our Father, and the fellowship of the Holy Spirit be with us with the rest of the things we have to do today. And may the Lord's peace be with all of us now and forevermore. Amen. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. സ്നേഹമാം സ്വർഗതാതനൂടെ സ്നേഹദാനങ്ങൾക്കും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടാം. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. ശോഭയേറും ഓർ നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ നാഥൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. We have a very short program here. നമുക്കൊരു ചെറിയ പ്രോഗ്രാം ഇവിടെ ഉള്ളൂ. We will just tell what exactly is going to happen to Rennie. എനിക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മൾ ചുരുക്കം പറയാൻ പോവുകയാണ്. We want to share the hope that we all have. നമുക്കെല്ലാവർക്കുള്ള ദൈവിക പ്രത്യാശയെ പറ്റി പറയുക. And after that, some of the pastors will pray. അതിനുശേഷം ചില പാസ്റ്റർമാർ പ്രാർത്ഥിക്കും. I'll be asking somebody in the family to pray. കുടുംബത്തിലുള്ളവർ ചിലർ പ്രാർത്ഥിക്കും. And we will depart in peace. അതിനുശേഷം നമ്മൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകും. Finally, we hope to sing a song. അവസാനമായി നമ്മൾ പാട്ട് പാടും. At that time, ആ സമയത്ത് as is the tradition of our forefathers, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് you are welcome to take a little bit of sand, which Brother Cherian will do. I have been asked to do. I don't mind doing it. We will be putting it there along with the coffin. ആമേൻ. നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അല്പം മണ്ണ് നിങ്ങൾക്ക് വേണ്ടിയവർക്ക് എടുക്കാം. There is nothing scriptural or unscriptural there. ഇതിനെപ്പറ്റി തിരുവെഴുത്തിലൊന്നും എഴുതിയിട്ടില്ല. It is a desire by some people. I have agreed to that. ചിലരുടെ ആഗ്രഹമാണ്, നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. We don't fight these things. ഇതിനെപ്പറ്റി നമ്മൾ വഴക്കുണ്ടാക്കത്തില്ല. We are for godly peace. നമ്മൾ ദൈവിക സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു. And that is what my precious sister also was standing for. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സഹോദരി നിന്നത്. Primarily, I request Pastor Thomas George to pray. In the meanwhile, I remind you, please do keep social distancing. Your health is more important than emotions. So, wherever possible, beloved, please keep social distancing. Thank you. ആമേൻ. ആദ്യമായി കർത്താവിന്റെ പാസ്റ്റർ തോമസ് ജോർജ് പ്രാർത്ഥിക്കും. എന്നാൽ നമ്മൾ ദയവായി CDC ഗൈഡ് ലൈൻസ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. നമ്മുടെ ആരോഗ്യം പ്രധാനമാണല്ലോ. Pastor Thomas George. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരിയെ നിന്റെ വചനപ്രകാരം കർത്താവേ നീ അവിടുന്ന് വിളിച്ച് ഞങ്ങളെ കർത്താവെ നിന്റെ മകളുടെ ശരീരത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷ അവിടുത്തെ കൃപയിൽ പൊതുകയും കർത്താവെ നിന്റെ നാമം മഹത്വെടുപ്പാൻ
കടന്നു വന്ന് പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളും ഇതുപോലെ ഒരു ദിവസം ഈ ലോകത്ത് മാറ്റപ്പെടുമ്പോൾ കർത്താവെ നിൻ്റെ സന്നിധിയിൽ എത്തുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തി ഇവിടുന്ന് തിരിച്ച് ഭവനത്തിൽ അയക്കുകയും കർത്താവെ വരും ദിവസങ്ങളിൽ അവിടുത്തേക്ക് ജീവിപ്പാൻ നീ ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തി ശക്തീകരിച്ചായിട്ട് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അവിടുത്തേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ മർത്തിനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിനെന്ന് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹോദരിയെ ഈ ഭൗതിക ശരീരത്തെ കൈമാറുന്നു. കർത്താവേ, രൂപാന്തരപ്പെട്ട തേജസ്സുള്ള സ്വർഗീയ ശരീരം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ കൂട് വിട്ട് ദൈവശനിലേക്ക് ചേർക്കപ്പെട്ട ഈ പ്രിയ സഹോദരി കർത്താവിന്റെ മഹത്വ തരത്തിനൊത്തുവണ്ണം മഹത്വത്തോടെ പുതിയ ശരീരത്തോടുകൂടി കർത്താവിനോട് വാഴുവാൻ കർത്താവിന്റെ വരവുകൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ മകളുടെ ധന്യമായ ദൈവിക ജീവിതത്തിനായി സ്തോത്രം. യേശുവിനെ പറ്റി വളരെ എരിവുള്ളവരായി ഒരു ജയജീവിതം നയിക്കുവാൻ, അനേകർക്ക് മാതൃക കാണിക്കുവാൻ, അനേകരെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നടത്തുവാൻ ഈ മകളെ നീ ഉപയോഗിച്ചതിന്റെ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ മകളുടെ ധന്യമായ ജീവിതത്തിനായി നന്ദി പറയുന്നു. തുടർന്നുള്ള ശുശ്രൂഷ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നീ അതിലെല്ലാം മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസനും വാഗ്മാറാത്തനുമായ ദൈവമേ, പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങയുടെ സാന്നിധ്യം കൃപയും ഞങ്ങളോടുകൂടെ ഇത്രത്തോളം വരുന്നല്ലോ കർത്താവെ. ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരിയുടെ ജീവിതത്തിനായി സ്തോത്രം. നിന്റെ മകളിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മാതൃകൾ പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ആവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൗതിക ശരീരത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയിലെല്ലാം ദൈവിക മഹത്വം വെളിപ്പെടണം. കൃപയാവരിക്കും. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ കർത്താവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കാൻ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. I hope to share a few words now. ചില വാക്കുകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. After that, on behalf of the family, I want my precious brother Babukutti to pray. അതിനുശേഷം കുടുംബത്തിന് വേണ്ടി ബാബുക്കുട്ടി പ്രാർത്ഥിക്കും. After that, whatever the family's tradition is, we may follow. അതിനുശേഷം നമ്മുടെ പാരമ്പര്യം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം. While we sing a final song, the coffin will be brought down according to what they have planned. ആമേൻ. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഈ കാസ്കറ്റ് താഴേക്ക് അവർ ഇറക്കുന്നതായിരിക്കും. At this time, at the outset, ഈ സമയത്ത് ഇവിടെ I forgot to mention, I want to thank precious dear Daniel Thomas for the excellent work that he has done, excellent service that he has offered to us. അതിശ്രേഷ്ഠമായ ശുശ്രൂഷ നമുക്ക് ചെയ്തു തന്ന പ്രിയ ഡാനിയൽ തോമസിനെ ഞാൻ ഈ സമയത്ത് വളരെ ആദരവോടുകൂടി നമ്മുടെ നന്ദി അറിയിക്കുക. Sir, you are doing a great service. ദേവദാസനെ, നിങ്ങൾ ദൈവത്തിന് ഒരു വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. Thank you. നിങ്ങൾക്ക് നന്ദി. The word of God tells us ദൈവവചനം ഇങ്ങനെ പറയുന്നു. In Romans chapter 8, 28 and 29. റോമൻസ് 8:28-29 പറയുന്നു. Now we know that all things work together for good to them that love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്ക് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. And then in verse 29 we read like this. 29 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. That we have been called to be conformed to the image of the Son of God. നാം ദൈവത്തിന്റെ പുത്രനോട് അനുരൂപരാകുവാൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. To Adam God said, ആദമിനെ പറ്റി ദൈവം പറഞ്ഞു, you shall be dust and you shall return to dust. നിന്നെ മണ്ണിൽ എടുത്തിരിക്കുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. We all know that Adam was created in the image of God. നമുക്കറിയാം ആദം ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. We know that Adam fell from the glory of God. ദൈവത്തിന്റെ തേജസ്സിൽ നിന്നും ആദം പാപത്തിലേക്ക് വീണുപോയി. The fourth son of Adam, ആദാമിന്റെ നാലാമത്തെ മകൻ, he fell down into the image of Adam. ആദാമിന്റെ മകനായ ശേത്ത് ആദാമിന്റെ സ്വരൂപത്തിൽ വീണുപോയ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. After that, every man on earth has been created in the image of Adam. അതിനുശേഷം ആദാമ സന്തതി ജനിച്ചവരെല്ലാം വീണുപോയ ആദാമിന്റെ പ്രകൃതത്തിലാണ് ജനിക്കപ്പെട്ടത്. But thanks be to God, എന്നാൽ ദൈവത്തിന് മഹത്വം, he sent his own son Jesus into the world. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. The purpose was to save us from sin. പാപത്തിൽ നമ്മളെ രക്ഷിക്കാനാണ് യേശുവിനെ അയച്ചത്. And the purpose was to change us into the image of his dear son Jesus. തന്റെ പുത്രനോട് നമ്മളെ സാദൃശ്യമുള്ളവരാക്കുവാനാണ് യേശു ലോകത്തിൽ വന്നത്. Therefore, anything that happens to a believer in Jesus, even death becomes something glorious. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന്, ഒരു വിശ്വാസിക്ക് എന്ത് സംഭവിച്ചാലും അത് ഏറ്റവും മഹത്വമുള്ളതായിരിക്കും. From the day Rennie was born again,
റെനി സിസ്റ്റർ വീണ്ടും ജനിച്ച ദിവസം മുതൽ she received Jesus into her life. തന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ കൈക്കൊണ്ട She opened her mouth and said, Jesus, come into my life. യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ താൻ പറഞ്ഞു. The Holy Spirit and the Word of God came into her heart. പരിശുദ്ധാത്മാവും ദൈവവചനവും തന്റെ ഹൃദയത്തിലേക്ക് വന്നു. From that day she was a child of God. ആ നിമിഷം മുതൽ താൻ ഒരു ദൈവ പൈതലായി തീർന്നു. And the Bible says she had the spirit of the Son in her. വചനം പറയുന്നു പുത്രന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവിടെ ഉള്ളിൽ വന്നു. And the Bible says, and we believe that she had become a son in Christ Jesus. വചനം പറയുന്നു അവൾ ദൈവത്തിന്റെ ഒരു പുത്രനായി തീർന്നു. The Bible says, and we believe that she was seated in the heavenly places in Christ. വചനം പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു സ്വർഗ്ഗസ്ഥലങ്ങളിൽ അവൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു. Now those who do not know Christ, ക്രിസ്തുവിനെ അറിയാത്തവർ they die eternally. അവര് നിത്യമായി മരിക്കുന്നു. But spiritually, എന്നാൽ ആത്മീയമായി when Reni obeyed Jesus in obeying him in waters of baptism, റെനി കർത്താവായ യേശുക്രിസ്തുവിനെ ജലത്തിൽ കൂടി സ്നാനപ്പെട്ട് സാക്ഷീകരിച്ചപ്പോൾ, according to Romans chapter 6, റോമാലേഖനം 6-ാം അധ്യായ പ്രകാരം, when she identified with Jesus in baptism of water, she was identifying with the death of Jesus. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ഈ സഹോദരി യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപയാകാൻ സ്നാനപ്പെട്ടു. Therefore the old death has no hold on her. അതുകൊണ്ട് പഴയ മരണത്തിന് ഈ മകളുടെ മേൽ ഒരു പിടിയുമില്ല. Any person who dies without knowing Jesus is under the grip of death. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാതെ അറിയാതെ മരിക്കുന്ന ഏതൊരു വ്യക്തിയും മരണത്തിന്റെ പിടിയിലേക്കാണ്. But any person who is born again, എന്നാൽ വീണ്ടും ജനിച്ച ഏത് വ്യക്തിയും, any person who takes every step of obedience in the name of Jesus, യേശുവിൽ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന ഏത് വ്യക്തിയും, the death of Adam has no right or hold upon them. ആദാമിന്റെ മേൽ വന്ന മരണത്തിന് ആ വ്യക്തിയുടെ മേൽ യാതൊരു അധികാരവുമില്ല. My beloved hearers, എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, you might ask me, നിങ്ങൾ എന്നോട് ചോദിക്കാം, a preacher, then what is happening now? എന്താ പ്രസംഗകനെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? It has been declared by God ദൈവത്താൽ ഇങ്ങനെ that പ്രഖ്യാപിച്ചു, every man must die and must face judgment. ആമേൻ. ഒരിക്കൽ മരണവും പിന്നെ സകല മനുഷ്യർക്ക് ന്യായവിധി നിയമിച്ചിരിക്കുന്ന വചനം പറയുന്നു. But for the child of God, എന്നാൽ ദൈവ പൈതലിന്, according to Romans 8:1, റോമർ 8:1 പ്രകാരം, there is no condemnation for those who are in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള വ്യക്തിക്ക് യാതൊരു കുറ്റശിക്ഷാവിധിയുമില്ല. She will not be standing before the white throne judgment of God, ഈ മകൾ ഒരിക്കലും ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കത്തില്ല. but she will stand before the judgment seat of Christ for the rewards that God has kept for her. താൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്കായിട്ട് പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ We heard her husband saying she was a good wife, her son saying she was a good mother. You heard the pastors and all the family members saying she was a precious sister. I also bear record she was a wonderful sister in the Lord. For all these things she will only appear before Jesus for her rewards. ആമേൻ. നമ്മുടെ ഭർത്താവ് പറയാനിടയായി, മകൻ പറയാനിടയായി, കടന്നു വന്ന എല്ലാവരും ദൈവദാസന്മാർ ഓരോരുത്തർക്കും ഈ മകളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇതിനെല്ലാം തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം ഈ മകൾക്ക് ലഭിക്കും. Our God is no man's debtor, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. and he has tremendous rewards in heaven. ഈ പ്രിയ സഹോദരിക്ക് നമ്മുടെ റെനി സിസ്റ്ററിന് സ്വർഗ്ഗത്തിൽ വളരെ പ്രതിഫലമുണ്ട്. I thank God for her life. തന്റെ ജീവിതത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി So പറയുന്നു. what will happen to her body? തന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും? The Bible tells us in the book of Philippians chapter 3, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം what will happen to this body. ഈ ശരീരത്തിന് എന്ത് സംഭവിക്കും? Pastor Anil, can you read it for me quickly? വളരെ വേഗം. നമ്മുടെ പൗരോഹിത്യമോ സ്വർഗത്തിലാകുന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. Our Lord Jesus Christ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു with his glorious power, തന്റെ മഹത്വമേറിയ will ശക്തിയോടെ convert, transform this low body into a glorious body. ഈ താഴ്ചയുള്ള മൺശരീരത്തെ ഏറ്റവും മഹത്വമുള്ള ഒരു ശരീരമാക്കി So യേശു മാറ്റും. even for this body, the Lord has a plan. ഈ ശരീരത്തിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. C.S. Lewis, C.S. ലൂയിസ് who went to be with the Lord in 1963, 1963 കർത്താവിനോട് ചേർക്കപ്പെട്ടു. he said, അദ്ദേഹം പറഞ്ഞു, even the death of a believer ഒരു വിശ്വാസിയുടെ മരണം പോലും is part of making him perfect in Christ Jesus. ക്രിസ്തുവിൽ അവനെ തികഞ്ഞവനാക്കാനുള്ള പദ്ധതിയാണ്. I believe this death അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ മരണം will be the final part of making Reni perfect in the Lord Jesus. ദൈവസന്നിധിയിൽ ഈ പ്രിയ സഹോദരിയെ റെനി സിസ്റ്ററിനെ പരിപൂർണയാക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ ശാരീരിക മരണം പോലും. She accepted Jesus as the Lord of her life. തന്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷിതാവായ യേശുവിനെ She always lived a life of obedience. എപ്പോഴും കർത്താവിനുള്ള അനുസരണത്തിന്റെ ജീവിതം നയിച്ചു. She loved the scriptures. ദൈവവചനത്തെ താൻ സ്നേഹിച്ചു. At the right time she took all the right decisions.
തക്ക സമയത്ത് താൻ എല്ലാ തീരുമാനങ്ങളും എടുത്തു. She will come back with our Lord Jesus. നമ്മുടെ യേശുവിനോടൊപ്പം പ്രിയപ്പെട്ടവർ മടങ്ങി വരും. Let us be comforted with these words at this moment of time. ഈ വചനങ്ങളാൽ നമുക്ക് ഇന്ന് പൽക്കാലം ആശ്വാസം പ്രാപിക്കാൻ ദൈവമക്കളെ. I now call my brother Babukutti to come forward. You may stand there, brother, and pray. പ്രാർത്ഥിച്ചു. Thank you, Lord. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ മകളുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ഈ ശുശ്രൂഷയിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൃപയും ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഓരോ നിന്റെ വഴികളെ ഓർത്ത് എന്നോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർമ്മനപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ജയിക്കുന്നവർക്ക് ഞാനെൻ്റെ ജീവകിരീടം തരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച് കർത്താവെ നിൻ്റെ മടങ്ങി വരുമ്പോൾ കർത്താവെ നിൻ്റെ മകളും ഉയർത്തെഴുന്നിട്ട് കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കുന്ന ആ വലിയ വിശ്വാസവും ബോധ്യവും കർത്താവെ ഞങ്ങളെ ഭരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ബിൻസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ സമാധാനത്തെ നിറച്ച് ലോകത്തെ ജയിച്ച ജയം അവരുടെ മേൽ കൊടുത്ത് മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന പിതാവേ, കൊണ്ടുതരണമേ. Now may the grace of our Lord Jesus Christ, the love of the Father, the comfort of the Holy Spirit be with us all, especially with Punja brother and family, and with all of us now and forevermore. Amen. Amen. We're just going to sing a song while the song is going on. Punja brother, if he likes to, and rest of the family, if you'd like to, please take a little bit of in the genitals. You may kindly put a little bit of thing. So while we sing this song, you may lower the coffin. After that, we will put a little bit of song. ആമേൻ. പാട്ട് പാടുമ്പോൾ കോഫിൻ ചുരിയിലേക്ക് ഇറക്കും. അതിനുശേഷം നമ്മൾ മണ്ണ് അതിന്റെ ബലിയെടുക്കും. പാതാളമേ മരണമേ നിന്നോട് ജയമേനേ കുഞ്ഞാടിന്നം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നോട് ജയമേനേ കുഞ്ഞാടിന്നം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും ഭക്തരാജനായി സേനയിൻ വീരനായി അഭയം താനാർക്കെന്നുമേ. ഭക്തരാജനായി സേനയിൻ വീരനായി അഭയം താനാവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നിൽ കവിയുമില്ല. കയ്യാതിൽ നാലാമൻ താൻ ആഴിമേൽ നാട കൊണ്ടോർത്താൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നിൽ കവിയുമില്ല. മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ഹായെന്താനന്ദം ഹായെന്തു മോദമേ, ഹായെന്താനന്ദം ഹായെന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ.
മാർവിൽ ഞാൻ ചാരും നേരത്തിൽ എൻ പ്രിയൻ മാർവിൽ ഞാൻ ചാരും നേരത്തിൽ ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ. ഈ പാഴുലോകത്തിൽ ആശയെന്തഹോ ഈ പാഴുലോകത്തിൽ എനിക്കാശയെന്തഹോ പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ ഹായെന്താനന്ദം